സമീപകാല വിവാദങ്ങളും നേതാക്കൾ തമ്മിലുള്ള പടലപ്പിണക്കങ്ങളും സംസ്ഥാനത്ത് UDF-നും കോൺഗ്രസിനും തിരിച്ചടിയാവുകയാണ്. 9 വർഷമായി പ്രതിപക്ഷത്ത് തുടരുന്ന UDF-നും കോൺഗ്രസിനും ഫലപ്രദമായി ഇടതുമുന്നണിക്കും CPM-നുമെതിരെ രാഷ്ട്രീയ മുന്നേറ്റം നടത്താനാവുന്നില്ല എന്നതാണ് വിലയിരുത്തലുള്ളത്. അധികാരമോഹവും നേതാക്കൾക്കിടയിലുള്ള മൂപ്പിളമ തർക്കവും ഏകോപനമില്ലായ്മയുമാണ് കോൺഗ്രസ് നയിക്കുന്ന UDF മുന്നണിയെ കുഴിയിൽ ചാടിക്കുന്നത്. മദ്യനയത്തിലെ മാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ പുതുതായി ബ്രൂവറിക്കുള്ള അനുമതിയും സർക്കാരിന് അധിക വരുമാന മാർഗമായി കിഫ്ബി വഴി നിർമ്മിച്ച റോഡുകളിൽ നിന്നും ടോൾ പിരിക്കാൻ നേതൃത്വത്തിലുള്ള രണ്ടാം പിണറായി സർക്കാരിന്റെ തീരുമാനവുമാണ് ഏറ്റവും അവസാനം വിവാദമായിട്ടുള്ളത്. ക്യാബിനറ്റ് അംഗീകരിച്ച മദ്യനയത്തിനെതിരെ ഇടതുമുന്നണിയിലെ 2 പ്രധാന കക്ഷികൾ പരസ്യമായി ആക്ഷേപമുന്നയിച്ച് സർക്കാരിനെ അടിക്കാനുള്ള വഴി രാഷ്ട്രീയമായി UDF-ന് വെച്ച് നൽകിയിട്ടും അത് മുതലെടുക്കാൻ മുന്നണിക്കോ കോൺഗ്രസിനോ കഴിഞ്ഞിട്ടില്ല. അതിനു പകരം ശശി തരൂരിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദം കൊഴുപ്പിക്കുന്നതിൽ കോൺഗ്രസ് വ്യാപൃതരാവുകയും ചെയ്തു. വയനാട് പൂക്കോട് സർവകലാശാലയിലെ വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥൻ റാഗിങ്ങിനിടെ കൊല്ലപ്പെട്ട സംഭവം, നവീൻ ബാബുവിന്റെ മരണം, കേരയിൽ ADGP അജിത് കുമാറിന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കുമെതിരെയുള്ള ഇടത് MLA ആയ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ, കാർബോറണ്ടം കമ്പനിയുമായി ബന്ധപ്പെട്ട വൈദ്യുതി കരാറിലെ അഴിമതി, റേഷൻ മുടക്കം, വിലക്കയറ്റം, ഉദ്യോഗസ്ഥരുടെ ശമ്പളം വർദ്ധിപ്പിക്കാത്ത സർക്കാർ നടപടി, ബജറ്റിലെ അന്യായമായ ഭൂനികുതിയിലടക്കമുള്ള വർധന, ഒന്നാം പിണറായി സർക്കാരിന് മേൽ ആരോപിക്കപ്പെട്ട സ്വർണ്ണക്കടത്ത്, ലൈഫ് മിഷൻ തട്ടിപ്പ്, കോവിഡ് കാലത്തെ ആരോഗ്യ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച അഴിമതി ആരോപണങ്ങൾ, ആരോഗ്യ ഡാറ്റ സ്വകാര്യ കമ്പനിക്ക് തീരെഴുതാൻ ശ്രമിച്ച വിഷയം തുടങ്ങി എണ്ണിയാൽ ഒടുങ്ങാത്ത വിഷയങ്ങളിൽപ്പെട്ട് ഇടത് സർക്കാർ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിവിരോധത്തിലായിട്ടും കോൺഗ്രസിലെ നേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം മൂലം ഇടതുമുന്നണിക്കും സർക്കാരിനുമെതിരെ രാഷ്ട്രീയ മുന്നേറ്റം ഫലപ്രദമായി നടത്തുവാൻ UDF-നും കോൺഗ്രസിനും സാധിച്ചിട്ടില്ല. രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റ ശേഷം നടന്ന നിയമസഭാ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ ചേലക്കര ഒഴികെ എല്ലായിടത്തും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ട് UDF-ന് ജയിക്കാൻ കഴിഞ്ഞത് ജനവികാരം പ്രതിപക്ഷത്തിന് അനുകൂലമായതുകൊണ്ടാണ്. എന്നാൽ സർക്കാരിനെതിരായി ജനവികാരം ആളിക്കത്തിക്കുന്നതിന് പകരം പാർട്ടിയിലെ തമ്മിൽ കൊത്തും അഭിപ്രായ വ്യത്യാസങ്ങളും വലിച്ചു നീട്ടുന്നതിലാണ് നേതാക്കൾ ശ്രദ്ധിക്കുന്നത്. സംഘടനാ സംവിധാനത്തിന്റെ ദൗർബല്യം പരിഹരിക്കാനോ സംസ്ഥാനത്തെ 60% തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പിടിച്ചെടുക്കാൻ പടച്ചുണ്ടാക്കിയ ആശയങ്ങൾ താഴെത്തട്ടിൽ നടപ്പിലാക്കാനോ കോൺഗ്രസ് മെനക്കെടുന്നുമില്ല. തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന വർഷങ്ങളിൽ ഏകോപനത്തോടെ പ്രവർത്തിച്ച ഐക്യ സന്ദേശം പുറത്തു നൽകാൻ കോൺഗ്രസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന വിജയം UDF നേടിയെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മുന്നണി ഇത്തവണയും പ്രതിപക്ഷത്ത് തന്നെ തുടരേണ്ടി വരുമെന്നതിൽ തർക്കവുമില്ല. പടിപടിയായുള്ള വളർച്ചയിലൂടെ മൂന്നാം രാഷ്ട്രീയ കക്ഷിയായി വളർന്നു വരുന്ന BJP സംസ്ഥാനത്ത് അവരുടെ ശക്തമായ സാന്നിധ്യം അറിയിച്ചും കഴിഞ്ഞു. മുൻപ് നേമത്ത് നിന്ന് നിയമസഭയിലും നിലവിൽ തൃശ്ശൂരിൽ നിന്ന് ലോക്സഭയിലും അംഗത്വമുള്ള പാർട്ടിയിലേക്ക് ഭരണവിരുദ്ധ വികാരത്തിന്റെ അടിസ്ഥാന തരത്തിൽ ഒഴുകുന്ന വോട്ടുകൾ UDF-ന്റെ മരണമണിയാകും മുഴക്കുക എന്ന കാര്യം യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസും UDF-ഉം ഗൗരവപൂർവ്വം കരുക്കൾ നീക്കിയില്ല എങ്കിൽ സംസ്ഥാനത്ത് LDF-ന് തുടർഭരണം ലഭിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതി അനുസരിച്ച് 2026 നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് 3 മുന്നണികൾക്കും ഏറെ അനിവാര്യം തന്നെയാണ്. BJP-യെ സംബന്ധിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1 സീറ്റ് സ്വന്തമാക്കിയ സാഹചര്യത്തിൽ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി കഴിവ് തെളിയിക്കുക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമാണ്. മാത്രമല്ല BJP-യെ സംബന്ധിച്ച് ഇപ്പോൾ അനുകൂല സാഹചര്യങ്ങൾ നിൽക്കുകയാണ്. കോൺഗ്രസിലേതുപോലെ തന്നെ BJP-യിലും വലിയ തരത്തിലുള്ള പടലപ്പിണക്കങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ K. സുരേന്ദ്രനാണെങ്കിലും അഥവാ സംസ്ഥാന BJP നേതൃത്വത്തിനാണെങ്കിലും തങ്ങളുടെ ശക്തി പ്രകടിപ്പിക്കുക അഥവാ തങ്ങളുടെ ശക്തി ദേശീയ നേതൃത്വത്തെ ബോധ്യപ്പെടുത്തുക എന്ന വലിയ ബൃഹത്തരമായ ഉത്തരവാദിത്വമുണ്ട്. ഇനി ആ ഉത്തരവാദിത്വം പാലിക്കപ്പെട്ടില്ല എങ്കിൽ അത് സ്വാഭാവികമായും നേതൃത്വത്തിന്റെ പിടിപ്പുകേടാണെന്നും നേതൃത്വത്തിനുള്ളിലെ പടലപ്പിണക്കം കൊണ്ടാണ് എന്നും സ്ഥാപിക്കപ്പെടും. അതിന് എന്തു തന്നെയാണെങ്കിലും BJP-യുടെ സംസ്ഥാന നേതൃത്വം നിന്നുകൊടുക്കുകയില്ല. അതുകൊണ്ട് തന്നെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ശക്തമായ മുന്നൊരുക്കങ്ങളും മുന്നേറ്റവും കാഴ്ചവെക്കാനുള്ള സാധ്യതയേറെയാണ്. എന്നാൽ അതേസമയം തന്നെ CPM-നെ സംബന്ധിച്ച് 2 തവണകളിലായി ഏകദേശം 10 വർഷങ്ങൾ പിന്നിടുകയാണ് CPM ഇപ്പോൾ അധികാരത്തിലേറിയിട്ട്. സ്വാഭാവികമായും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ CPM-നെ സംബന്ധിച്ച് വീണ്ടും ആ സീറ്റ് നിലനിർത്തുക എന്നുള്ളത് വളരെ അനിവാര്യം തന്നെയാണ്. കാരണം CPM-നെ സംബന്ധിച്ച് വളരെയധികം ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും. ഇനി UDF അധികാരത്തിലേറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും അടുത്ത ഒരു ടേമിലേക്ക് വരുമ്പോൾ 2026 ശേഷം പിന്നീട് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു കടന്നുവരവ്
CPM-നെ സംബന്ധിച്ച് അഥവാ ഇടതുമുന്നണിയെ സംബന്ധിച്ച് വളരെ ശ്രമകരമായിരിക്കും. 2021 രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറുന്ന സാഹചര്യത്തിലും ഇതേ ഭരണവിരുദ്ധത ഉണ്ടായിരുന്നു എന്നുള്ളത് കാണാൻ സാധിക്കും. മാത്രമല്ല, നിരവധി ആരോപണങ്ങൾ, അഴിമതി ആരോപണങ്ങളെല്ലാം തന്നെ സർക്കാരിന് മേൽ ഉണ്ടായിരുന്നിട്ട് പോലും കോൺഗ്രസിനെ സംബന്ധിച്ച് അവയൊന്നും തന്നെ ശക്തമായ രീതിയിൽ ആളിക്കത്തിക്കാൻ സാധിച്ചിരുന്നില്ല എന്ന് കാണാൻ സാധിക്കും. കൃത്യമായി പറയുകയാണെങ്കിൽ കോവിഡ് ആണെങ്കിലും അഥവാ പ്രളയം എന്ന രണ്ട് ഘടകങ്ങൾ മാത്രമാണ് കേരള സർക്കാരിനെ പിടിച്ചു നിർത്തിയത് എന്ന് പലപ്പോഴും പലതരത്തിലുള്ള സോഷ്യൽ മീഡിയകളിൽ വിമർശനം ഉയർന്നിരുന്നപ്പോൾ പോലും സർക്കാരിനെതിരെ അതിലും വലിയ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതും പ്രതിപക്ഷത്തിന്റെ കൃത്യമായ ദൗത്യം ഏറ്റെടുക്കാത്തതാണ് ഇടതുപക്ഷത്തിന് രണ്ടാം തവണ വിജയിക്കാനുള്ള അവസരമൊരുക്കിയത് എന്നുള്ള തരത്തിൽ വലിയ തരത്തിലുള്ള ആക്ഷേപങ്ങൾ പ്രതിപക്ഷത്തിന് നേരെ ഉയർന്നു വന്നിരുന്നു. ശേഷം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്താണെങ്കിലും വലിയ തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരം ഇടതുപക്ഷത്തിനെതിരെയുണ്ട്. ആദ്യമുണ്ടായിരുന്നതിനേക്കാൾ ഒട്ടനവധി ആരോപണങ്ങൾ ഇടതുപക്ഷത്തിനെതിരെയുണ്ട്. പെൻഷൻ തുടങ്ങി സപ്ലൈകോ തുടങ്ങി നിരവധി വിഷയങ്ങൾ സർക്കാരിന് മേൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വിഷയങ്ങളൊന്നും തന്നെ ആളിക്കത്തിക്കാനായിട്ട് പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടില്ല എന്ന് കാണാൻ സാധിക്കും. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ട്രെൻഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും വ്യത്യസ്തമായതിനാൽ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് ഒരു മുന്നേറ്റത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല എന്ന് കാണാൻ സാധിക്കും. എന്നാൽ ഒരുപക്ഷെ ഇടതുമുന്നണിയെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരം അത് ജനങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഇടതുമുന്നണിയുടെ മുന്നേറ്റം കാണുമ്പോൾ തന്നെ പൂർണ്ണമായും വ്യക്തമാകുകയുമാണ്. ഇനി നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരർത്ഥത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ UDF-നെ സംബന്ധിച്ച് കൃത്യമായ അനുകൂല സാഹചര്യങ്ങൾ നിൽക്കുന്ന സാഹചര്യമാണ്. ഇടതുമുന്നണിക്കെതിരെ വലിയ തരത്തിലുള്ള ആക്ഷേപങ്ങളും വിമർശനങ്ങളും അഴിമതി ആരോപണങ്ങളെല്ലാം തന്നെ നിൽക്കുമ്പോൾ കൃത്യമായി ചുവടുവെപ്പോടെ പ്രവർത്തിക്കുകയാണെങ്കിൽ UDF-ന് നിഷ്പ്രയാസം അധികാരത്തിലേറാൻ സാധിക്കും. എന്നാൽ അതേസമയം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് എപ്പോഴും പടലപ്പിണക്കങ്ങൾ മാത്രമാണ് ചർച്ചയാകുന്നത്. ഇന്ന് ലീഗ് പോലും കോൺഗ്രസിനകത്തെ ഈ പടലപ്പിണക്കങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. ലീഗ് ഭയപ്പെട്ടു തുടങ്ങി എന്ന സൂചനയാണത്. അതായത് 2026 അടുക്കുമ്പോൾ UDF അധികാരത്തിൽ വരുമെന്ന് കോൺഗ്രസ് മാത്രം ഉറച്ചു വിശ്വസിക്കുമ്പോൾ ലീഗിനുള്ളിൽ കോൺഗ്രസ് ഈ പോക്ക് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വമ്പൻ തിരിച്ചടി നേരിടാനുള്ള സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ആ പേടിയാണ് യഥാർത്ഥത്തിൽ ലീഗ് ഇന്ന് പുറന്തള്ളിയത്. എന്നാൽ അതേസമയം തന്നെ അതിനെ സംബന്ധിച്ച് വ്യക്തമായൊരു മറുപടി പറയാൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആരും തയ്യാറായില്ല എന്നത് ശ്രദ്ധേയമാണ്. രമേശ് ചെന്നിത്തലയോട് മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉയർന്ന ചോദ്യത്തിന് ലീഗിന് അങ്ങനെ അതൃപ്തി ഉണ്ടോ എന്നതിനെക്കുറിച്ച് തനിക്ക് അറിയില്ല എന്ന് മാത്രമായിരുന്നു അദ്ദേഹം പ്രതികരിച്ചിരുന്നത്. സമയം ഇത്രയായിട്ടും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായൊരു പ്രതികരണം പോലും ഉണ്ടായില്ല എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. എന്നാൽ അതേ സാഹചര്യത്തിൽ ശശി തരൂരിനെതിരെയുള്ള വിഷയം ആളിക്കത്തിക്കാനായിട്ട് സംസ്ഥാന നേതൃത്വത്തിന് സമയം കിട്ടിയെന്നതും ശ്രദ്ധേയമാണ്. എന്നാൽ അതേസമയം തന്നെ ശശി തരൂർ സംസ്ഥാന നേതൃത്വത്തിനെതിരെ പ്രയോഗിച്ച മറ്റൊരു ആയുധം എന്ന് പറയുന്നത് അക്കാര്യത്തിലെങ്കിലും നിങ്ങൾ ഐക്യം കാണിച്ചല്ലോ എന്നാണ്. കൃത്യമായി തന്നെ ശശി തരൂർ സംസ്ഥാന നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കുന്ന മറ്റൊരു വാക്കുകൂടി പറഞ്ഞു വയ്ക്കുമ്പോൾ യഥാർത്ഥത്തിൽ VD സതീശൻ നയിക്കുന്ന സംസ്ഥാന നേതൃത്വം യഥാർത്ഥത്തിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. എന്നാൽ അതേസമയം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിലെ പല നേതാക്കളുടെയും നിലനിൽപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ മാത്രമാണ് എന്നുള്ളതും ഒരു പ്രത്യേകത കൂടിയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ കോൺഗ്രസിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിൽ കെ സുധാകരന്റെ സ്ഥാനം തെറിക്കാനുള്ള സാധ്യതയുണ്ട്. കെ സുധാകരൻ തദ്ദേശ തെരഞ്ഞെടുപ്പ് മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോഴും KPCC അധ്യക്ഷ സ്ഥാനത്ത് തുടരുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഭൂരിപക്ഷം ലഭിച്ചില്ല എങ്കിൽ സുധാകരനെതിരെ ഇപ്പോഴുള്ള പ്രതിഷേധം വലിയ രീതിയിൽ ആളിക്കത്താനുള്ള സാധ്യതയുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വോട്ടുകൾ നേടിക്കൊണ്ട് തന്റെ സ്ഥാനം ഉറപ്പിക്കുക എന്നുള്ളതാണ് സുധാകരൻ പോലും ലക്ഷ്യം വെക്കുന്നത്. ഈ സാഹചര്യത്തിൽ 2025 അതായത് ഈ വർഷം നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നേറ്റം കോൺഗ്രസിന് ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിൽ അതിന്റെ അതേ പ്രതിഫലനം തന്നെയായിരിക്കും 2026 ഉണ്ടാകാൻ പോകുന്നത് എന്നത് മറ്റൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അങ്ങനെ വരികയാണെങ്കിൽ യഥാർത്ഥത്തിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കനത്ത പ്രതിരോധത്തിലാകാനുള്ള സാധ്യതയും ഏറെയാണ്.